കൊയിലാണ്ടിയിൽ ഫിറ്റ്നസ് ഇല്ലാത്തതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ സ്കൂളിലെ കുട്ടികളുടെ പഠനം അനിശ്ചിതത്വത്തിൽ. 160-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് ഫിറ്റ്നസ് ഇല്ലാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടിയത്. TC വാങ്ങി സ്കൂൾ മാറാനാണ് വിദ്യാർത്ഥികളുടെ നീക്കം. താൽക്കാലിക സംവിധാനം ഒരുക്കാമെന്ന മാനേജ്മെന്റ് വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല എന്ന രക്ഷിതാക്കൾക്ക് പരാതിയുണ്ട്. ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ വിട്ടുനിൽക്കുകയായിരുന്നു. തകർന്ന സ്ഥിതിയാണുള്ളത്. പിന്നെ മഴ പെയ്താൽ വെള്ളമൊക്കെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. കുട്ടികൾ വന്ന് പറയുന്നുണ്ട് ഇങ്ങനെ വെള്ളം എത്തുന്നുണ്ട് ക്ലാസ്സിൽ. എത്രയോ കാലമായിട്ട് നമ്മളും അവിടെ തന്നെ പഠിച്ചത് അന്നേരമുള്ളൊരു സ്കൂളാണത്. പക്ഷെ ഒരു മാറ്റവും കാണുന്നില്ല അവിടെ. വേറെ നമ്മൾ പുറത്തുള്ള സ്കൂളൊക്കെ നോക്കുകയാണെങ്കിൽ എത്രയോ നല്ല ബിൽഡിങ്ങുകളൊക്കെ വരേണ്ട സമയം വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ മാത്രം ഒരു പുതിയ ബിൽഡിംഗ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും പഴയ ഒരു സിസ്റ്റത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഷീറ്റ് ഇട്ടിട്ടൊക്കെയാണ് ക്ലാസ് റൂമുള്ളത്. കുട്ടികളെ ഓട് ഇതുവരെ മാറ്റിയില്ല. എന്റെയൊക്കെ ചെറുപ്പത്തിലുള്ള ആ ബിൽഡിംഗ് തന്നെ എപ്പോഴും ഉള്ളത്. 2-3 ദിവസമായിട്ട് സ്കൂള് ഒഴിവാണ്. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ അടുത്ത മാസം പരീക്ഷ വരികയാണ് കുട്ടികൾക്കൊക്കെ. പിന്നെ ആ കൊറോണ കാലത്തേക്കുള്ള ഒരു പോക്കായിരിക്കും. ഇപ്പം വെറും കളി, പരീക്ഷന്റെ ഒരു കുട്ടികൾക്കൊന്നും ഒരു മൂഡില്ല. സ്കൂൾ കൂട്ടിയിട്ട് 2 ദിവസമായി. അടുത്ത മാസം പരീക്ഷയാണ്. ഇപ്പം എപ്പോഴാ തുറക്കാന്നറിയില്ല. അഭിലാഷിന്റെ വിവരങ്ങളുമായി. അഭിലാഷ്, കഴിഞ്ഞ ദിവസമാണ് ഫിറ്റ്നസ് ഇല്ലാത്ത ഈ സ്കൂൾ അടച്ചുപൂട്ടിയത്. അങ്ങനെ അടച്ചുപൂട്ടത് അധികൃതരുടെ മാനേജ്മെന്റിന്റെ ഒക്കെ പ്രവർത്തനം ശരിയല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ അവർ ഇന്നലത്തെ PTA മീറ്റിംഗിലും പങ്കെടുത്തില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ആ 120 കുട്ടികളുടെ കാര്യത്തിൽ ഒരു പ്രതികരണവും സ്കൂൾ അധികൃതർ നടത്തുന്നില്ലേ അഭിലാഷ്? ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. 160 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. നേരത്തെ തന്നെ ഇതിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് സൂചിപ്പിച്ച് അധികൃതർ നോട്ടീസ് നൽകുകയും ചെയ്തു. പക്ഷേ അതൊന്നും പരിഹരിക്കാനുള്ള നടപടികൾ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഇന്നലെ 2 ദിവസം ഇത് അടച്ചിട്ട സമയത്ത് തന്നെ പകരം സംവിധാനം ഒരുക്കാമെന്നൊക്കെ ഒരു ഉറപ്പ് അവർ നൽകിയിരുന്നു. പക്ഷേ ആ സംവിധാനവും അവർ ഒരുക്കിയില്ല. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം അവിടെ ചേർന്നു. ആ യോഗത്തിൽ നിന്ന് പോലും മാനേജ്മെന്റ് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ അവിടെയുള്ള കുട്ടികൾ മറ്റു സ്കൂളുകൾ തേടി TC വാങ്ങി പോകാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 160 കുട്ടികൾ ഇത്തരത്തിൽ അവിടെയുണ്ട്. വലിയ സംഖ്യയാണ്. കാരണം സാധാരണ ഇത്തരത്തിലുള്ള സ്കൂളുകളിലൊക്കെ ഇത്തരത്തിൽ വലിയ സംഖ്യ കുട്ടികൾ ഉണ്ടാവാറില്ല. പക്ഷേ അവിടെ 160 കുട്ടികളുണ്ട്. അത്തരത്തിൽ പ്രതിസന്ധിയില്ല. അവിടെയാണ് ഇത്തരത്തിൽ കെട്ടിടം ബലക്ഷയം മൂലം താറുമാറായി കിടക്കുന്നത്. ആ ഓട് പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ പട്ടിയൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഇത് സംബന്ധിച്ച് കൊയിലാണ്ടി MLA-യുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, ഈ സ്കൂളിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഇതിൽ PWDക്ക് കൂടി ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വിപുലമായ ഒരു യോഗം തിങ്കളാഴ്ച വിളിച്ചു ചേർക്കും എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ സ്ഥലം MLA-യുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഏതായാലും വലിയ പ്രതിസന്ധിയാണ് കുട്ടികളെ സംബന്ധിച്ച്. സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി എടുത്തില്ലെങ്കിൽ 160 കുട്ടികളുടെയും വിദ്യാഭ്യാസം പഠനം അവതാളത്തിലാകുമെന്നാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും നടപടി ഉണ്ടാകുമെന്ന് MLA കൃത്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, അഭിലാഷാണ് വിവരങ്ങൾ.